ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എപ്പോഴത്തെയും പോലെ ഇന്നും നമ്മളൊരു പാചക വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നങ്ക് മപ്പാസ് ആണ് ഇന്ന് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് നങ്ക് മപ്പാസ് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്ത് കഴിക്കും, ഉറപ്പാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഇതാ നങ്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നങ്കെന്ന് നമ്മുടെ നാട്ടിലൊക്കെ നങ്കെന്നാണ് ഇതിന് പറയുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ മീനാണ് നമ്മളിന്ന് മപ്പാസ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞത്, ഒരു കഷ്ണം കറുവാപ്പട്ട, ഗ്രാമ്പൂ 4 എണ്ണം, അല്പം പെരിഞ്ചീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഏലക്ക 1 എണ്ണം, പച്ചമുളക് 2 എണ്ണം. ഇത്രയുമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇനി നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി അതൊന്ന് ചെറുതായിട്ട് ചൂടാകണം. സിമ്മിൽ വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പ്. അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരല്പം കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി വന്നതിന് ശേഷം വേണം മറ്റുള്ള സാധനങ്ങളൊക്കെ അതിലേക്കിടാൻ. ആദ്യം നമ്മൾ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഗ്രാമ്പു ഇടുന്നു. ഗ്രാമ്പുവാണ് നമ്മൾ രണ്ടാമത് ഇടുന്നത്. ഇനി നമുക്ക് ഇടാനുള്ളത് കറുവാപ്പട്ടയും ഏലക്കയുമാണ്. അടുത്തതായിട്ട് നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തിടുന്നു. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് 2 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് സവാള കൂടി ഇടാനുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം സവാള ഇട്ട് കൊടുക്കാൻ. അവസാനമായിട്ട് നമ്മൾ സവാള കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിക്കാൻ പോവുകയാണ്. സവാള എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ചട്ടകം എടുത്ത് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ ആദ്യത്തെ പടി ഏകദേശം പൂർത്തിയാകും. കറിവേപ്പില കഴുകി വൃത്തിയാക്കി അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാം മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. റെഡ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ നല്ല റെഡ് ഷെയ്ഡിലേക്ക് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടി ഐറ്റംസുകളാണ്. അതെല്ലാമാണ് അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ 1.5 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞു. ഇനി മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാല ചെറിയ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. വീണ്ടും എല്ലാം കൂടി നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കണം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നു. തക്കാളി കൂടി ഇനി വാടി വരണം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ നമ്മൾ സ്വിമ്മിലാണ് വെച്ചിരിക്കുന്നത്. സ്വിമ്മിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ. ഏകദേശം എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മസാലകളെല്ലാം ആ വെള്ളത്തിൽ ലയിച്ച് ചേരണം. അങ്ങനെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ അരപ്പിലെല്ലായിടത്തും ഉപ്പ് നന്നായിട്ട് പിടിക്കണം. ഇനി നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നങ്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
നങ്ക് മപ്പാസാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. നങ്ക് മുഴുവനായിട്ട് നമ്മൾ അരപ്പിൽ ഇട്ട് കഴിഞ്ഞു. ഇനി അരപ്പിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരുപാടാകണ്ട. ഇത് ഇത്രയും മതി. ഇതുപോലെ നമ്മുടെ അരപ്പ് റെഡിയാക്കിയാൽ മതി. ഇനി നമുക്ക് കറി മൂടി വെച്ച് തിളപ്പിക്കാം. നമ്മൾ മറ്റു പല മീനുകളും മപ്പാസ് വെച്ച് കഴിക്കാറുണ്ട്. നങ്കും അടിപൊളിയാണ് മപ്പാസ് വെച്ച് കഴിഞ്ഞാൽ. തനൂസ് ഇത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണിത്. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്നൊന്ന് നോക്കാം. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറുകി കിട്ടണം. നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മപ്പാസ് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഒന്നുകൂടി മൂടി വെച്ച് അടച്ച് തിളപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റൗ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മപ്പാസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ചൂടോടുകൂടി ചോറിനോടൊപ്പമോ മറ്റ് പലഹാരങ്ങൾക്കൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഡിഷാണ്. ഞാനൊരു ബൗളിലേക്ക് അത് വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നങ്ക് മപ്പാസ്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് വിട പറയുന്നു. നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.